ശ്രീ ജയചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത് ജമാഅത്ത് ഇന്നിപ്പോൾ പുറത്തിറങ്ങിയ മലയാളം വാരികയുടെ ഒരു മുഖചിത്രം ഞാൻ കാണുന്നത് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ പഴയ മതരാഷ്ട്രവാദം ഇല്ല എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ആര്? ജമാഅത്ത് ഇസ്ലാമി വി.ഡി. സതീശനോട് പറഞ്ഞത് എന്നാണ് അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതേ സ്ഥാനത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കളെ RSS എന്ന് ചാപ്പയടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും എം സ്വരാജിനെയും MV ഗോവിന്ദൻ മാസ്റ്ററെയും അടക്കമുള്ളവരെ RSS ആണെന്ന് പറയാൻ വി.ഡി. സതീശന് ഒരു മടിയും, അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ RSSനെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നവരാണ് എന്ന് പറയാൻ വി.ഡി. സതീശന് ഒരു മടിയുമില്ല. അതായത് ജമാഅത്ത് ഇസ്ലാമിക്ക് മതേതര സർട്ടിഫിക്കറ്റ് നൽകാൻ വി.ഡി. സതീശന് മടിയില്ല. പക്ഷേ കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം ഉൾക്കുന്ന ഇടത് നേതാക്കൾക്ക് RSSൻ്റെ ചാപ്പ കുത്താൻ പുള്ളിക്ക് വലിയ താല്പര്യവുമാണ്. ഇതില് ഒരു കാര്യം എനിക്കൊരു അഭിപ്രായം പറയാൻ ഉണ്ട്. അതായത് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഞാൻ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപാണ് കേട്ടോ, അതിന്റെ തൊട്ടടുത്ത ഘട്ടത്തിലാണ്, ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു അഴിമുഖം ഓൺലൈനിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. അതില് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നീട് വസ്തുതാപരമാവുകയും LDFന് അത് കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ കഴിയുകയും ചെയ്തതുള്ള മറ്റൊരു കാര്യം. അതിലേക്ക് വരാം. മുമ്പ് ആ കാര്യം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. പിന്നെ സ്വരാജ് എന്ന നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി, CPMന്റെ സ്ഥാനാർത്ഥി, ഇന്ന് LDFന് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബെറ്റാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കാൻ പറ്റിയ ആൾക്കാരിൽ. അത് ഇറക്കി നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? വരുന്ന അസംബ്ലി ഇലക്ഷനിൽ 2026 അസംബ്ലി ഇലക്ഷനിൽ എന്താണ് തങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള, ഒതുക്കി വെച്ചിട്ടുള്ള, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്നത് UDFന് പുറത്തെടുക്കേണ്ടി വന്നു. ആയുധങ്ങൾ പുറത്തെടുക്കേണ്ടി വന്നു. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് UDF കരുതി വെച്ച സർവ്വ ആയുധങ്ങളും പുറത്തെടുപ്പിക്കുന്നതിൽ LDF വിജയിച്ചു. അത് ഏറ്റവും പ്രധാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം, കൂട്ടുകെട്ട്. വെൽഫെയർ പാർട്ടിയെ വെള്ളപൂശി അവര് ഇസ്ലാമിക രാഷ്ട്രവാദം വേണ്ട എന്ന് വെച്ചു. അതുകൊണ്ട് ഞങ്ങൾ അവരോട് കൂട്ടാണ്, ഞങ്ങളുടെ സഖ്യകക്ഷിയായിട്ടല്ല, ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്തിട്ടല്ല, എന്നാലും പങ്കാളിയായി സഹകരിപ്പിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതോടുകൂടി നമുക്ക് അന്നേ വ്യക്തമാവുകയാണ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇവരുടെ കയ്യിലുള്ള ആയുധം എന്നുള്ളത് വ്യക്തമാവുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഓരോരോ ഘട്ടങ്ങളിൽ നമ്മളത് കാണുകയാണ്. എന്താണ് അതിന്റെ ഈ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കം നോക്കിയാൽ എന്താണ് വരുന്നത്? ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏത് വിധേനയും അധികാരത്തിലെത്തുക എന്നുള്ള ഒരേ ലക്ഷ്യത്തിലേക്ക് UDF മാറിയിരിക്കുന്നു. അതിനാരാണ് കുട പിടിക്കുന്നത്? നിശ്ചയമായും നമ്മളിപ്പോ കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണെങ്കിലും ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു അതിന് പിന്നിൽ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് P.C. വേണുഗോപാലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻ കമാൻഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ വണ്ടൂർ MLA ഉണ്ടല്ലോ, AP അനിൽകുമാർ അടക്കമുള്ള ആൾക്കാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ തരത്തിലുള്ള ഒരു പരിപാടിയാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് LDFന് ബോധ്യപ്പെടുകയും CPIയും അത് ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി വ്യക്തമാക്കുകയും ജമാഅത്തെതിരെയുള്ള വെൽഫെയർ പാർട്ടിക്കെതിരെയുള്ള നിലപാടുകൾ കടുപ്പിക്കുകയും ചെയ്തു. അപ്പൊ അടുത്ത ഒരു വിമർശനം എന്താണ്? നിങ്ങളുടെ കൂടെ കൂട്ടുമ്പം ഒരു പ്രശ്നവുമില്ല, ഇത് UDFന്റെ കൂടെ കൂടുമ്പോഴാണ് പ്രശ്നം. എവിടെയാണ് കൂടിയിരിക്കുന്നതെന്ന് LDFന്റെ കൂടെ ഇവര് ഇലക്ഷനിൽ പങ്കെടുക്കാത്തവരായിരുന്നല്ലോ ഈ കൂട്ടർ ജമാഅത്തെ ഇസ്ലാമി. ഈ നമ്മുടെ ബാബറി മസ്ജിദിന്റെ താഴത്തേക്ക് ശേഷമാണ് ഇത്തരം പാർലമെന്ററി രംഗത്തേക്ക് അവർ ആലോചിക്കുന്നതും കടക്കുന്നതും തന്നെ. അന്ന് സ്വീകരിച്ച നിലപാട് മനസാക്ഷി വോട്ട് ചെയ്യാൻ, ഇന്ന ആൾക്ക്, ഇന്ന കക്ഷിക്ക്, ഇന്ന മുന്നണിക്ക് എന്ന് വോട്ട് ചെയ്യാൻ താങ്കൾ ആവശ്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യാം എന്നത് നിലപാട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായി കേരളത്തിൽ LDFന് അവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടായിട്ടുണ്ട്. വസ്തുതയാണത്, നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാര്യം ഈ ഇലക്ഷനിൽ പങ്കെടുക്കാത്തവർ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇലക്ഷൻ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും മനസാക്ഷി വോട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. LDFന് കിട്ടിയതുപോലെ തന്നെ പിന്തുണ
അവർക്ക് കിട്ടി, UDF-നും UDF MLA-മാർക്കും കിട്ടി. അങ്ങനെയാണ് പോകുന്നത്. പിന്നീട് 2011 വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നത്. ആ വെൽഫെയർ പാർട്ടി ഉണ്ടായി ജമാഅത്തെ ഇസ്ലാമിന്റെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനമായി ആ പാർട്ടി മാറിയതിനു ശേഷം അന്ന് മുതൽ 2011 മുതൽ ഇപ്പോൾ 2026 വരെ അവർ ആരുടെ കൂടെയാണെന്നേ. അവർ UDF-നാണ് പിന്തുണച്ചത്. അത് മറച്ചു വെക്കാൻ കഴിയും ആർക്കെങ്കിലും? ആ പിന്തുണയുടെ കൂടുതൽ പ്രകടിതമായ രൂപമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിന്റെ വലിയ രൂപമാണ് ഇനി വരുന്ന ഇലക്ഷൻ വരാനിരിക്കുന്നത്. അതിന് അരങ്ങൊരുക്കാൻ ശ്രമിക്കുന്തോറും പ്രതിരോധം ശക്തിപ്പെടും ജനങ്ങളുടെ. ആ പ്രതിരോധമാണ് നമ്മൾ നടത്തുന്നത്, LDF നടത്തുന്നത്. അതിനെതിരായ മുന്നേറ്റം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ മുന്നേറ്റത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ജനാധിപത്യപരമായ ഇത്തരം അസ്തിത്വങ്ങൾ, ഇത്തരം ഈ സംവിധാനങ്ങളുടെ അസ്തിത്വം കേരള പൊതുസമൂഹത്തിൽ നിലനിൽക്കണമെന്ന് വേണ്ടയും ജനങ്ങൾക്ക് നിശ്ചയിക്കേണ്ടി വരുന്ന ഒരു സ്കെയിലിംഗ് പോയിന്റ് വരുന്നത്. ആ സ്കെയിലിംഗ് പോയിന്റ് വരുമ്പോൾ നിശ്ചയമായും മതനിരപേക്ഷതയ്ക്കൊപ്പമേ ജനങ്ങൾ നിൽക്കൂ എന്നുള്ളതിന്റെ സന്ദേശത്തിന്റെ തുടക്കമാണ് NSS-ഉം SNDP-യും കാണിച്ചു തന്നിരിക്കുന്നത്. ഞങ്ങളെ കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നത് ഈ ഒരൊറ്റ നേതാവാണെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, മാസ്റ്റർബിനായിട്ട് നിൽക്കുന്ന ആൾക്കാർ മറഞ്ഞിരിക്കുന്നുണ്ട്. അവരെയും ഈ NSS-ന്റെയും SNDP-യുടെയും നേതാക്കളുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.